ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ആകാംക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഇന്നലെ മുതലേ തുടങ്ങിയ പ്രാർത്ഥനകൾ, കൂട്ടപ്രാർത്ഥനകൾ എല്ലായിടത്തു നിന്നും ഇങ്ങനെ മന്ത്രിക്കുകയാണ്. ഗ്രൂപ്പിൽ പ്രാർത്ഥന മാത്രം ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഗ്രൂപ്പ് തന്നെ അഡ്മിൻ ഓൺലി ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ വീടുകളിലും പിന്നെ മൗന പ്രാർത്ഥനയും നടത്തുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് ഹൈറിച്ചിൻ്റെ വിധി വരുന്ന ദിവസമാണെന്ന് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു. അപ്പോൾ ഇന്ന് വാദങ്ങളൊക്കെ പൂർത്തിയായതാണ്. പ്രഗത്ഭരായ വക്കീലിനെ ഹൈക്കോടതിയിൽ നിന്ന് കെട്ടിയിറക്കിക്കൊണ്ട് കോടികൾ ഒക്കെ ചെലവഴിച്ചുകൊണ്ടാണ് പറ്റിക്കപ്പെട്ടവരെ വീണ്ടും പിഴിഞ്ഞും മോഹിപ്പിച്ചും പറ്റിച്ചും ഒക്കെയാണ് ഇവർ കേസ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് എന്താവും കേസിൻ്റെ ആ ഒരു വിധി എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രവചനം സാധ്യതകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ചില തെണ്ടികളൊക്കെ പറയും ഞാൻ കളിയാക്കലാണെന്ന്. കളിയാക്കൽ തന്നെയാണ്. ഈ 1.5 കൊല്ലമായിട്ട് നിങ്ങളൊന്നും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. പിന്നെ കളിയാക്കല്ല, അതുതന്നെയാണ്, കളിയാക്കൽ തന്നെയാണ്. അപ്പോൾ ഇത് കളിയാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന വിധി ഇനി ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ വേറൊരു ദിവസം വരാൻ പോകുന്ന വിധി ഈ 3 കാര്യങ്ങളിൽ ഒന്നായിരിക്കുമെന്ന് ഉറപ്പാണ്. ഒന്ന് പറയുന്നു, ഈ കമ്പനി നടത്തിയത് പക്ക മണീച്ചൻ ബിസിനസ്സാണ്. യാതൊരുവിധ പിന്നെ പറയത്തക്ക രീതിയിലുള്ള ലീഡർമാരെ കോടിപതികളാക്കാനുള്ള യാതൊരുവിധ ബിസിനസ്സും നടത്തിയിട്ടില്ല. ഇവർ പക്ക മണി റൊട്ടേഷനാണ് ചെയ്തത് എന്ന് കോടതി വിധിക്കുന്നു. പക്ഷേ കോടതി പറയുന്നു ഇത് റീഇഷ്യൂ ആണ്, ഫ്രഷ് പ്രൊസീഡിങ്സ് ആയിരുന്നു ചെയ്യേണ്ടത് എന്ന് പറയുന്നു. ഇത് ഒന്നാമത്തെ കേസാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, കോടതി പറയുന്നു ഇവരുടെ ബോണ്ടുകളും മറ്റ് കാര്യങ്ങളും ഇവരുടെ 18 ലെവലിൽ വീതം വെപ്പും എല്ലാം തന്നെ പുറത്തു വന്നതിന് ശേഷം കോടതി പറയുന്നു ഇവർ പക്ക മണി ചെയിനാണ് ചെയ്തത് എന്ന് പറയുന്നു. അതിൻ്റെ കൂടെ തന്നെ കോടതി പറയുന്നു ഇത് ഫ്രഷ് ഇഷ്യൂ ആണ്, ഇതിനൊരു കുഴപ്പമില്ല. പോയിട്ട് ഇവരുടെ ഇവരുടെ ആ ഗോഡൗണിലുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് കലക്ടറുടെ അനെക്സിലേക്ക്, കലക്ടറുടെ ഏതെങ്കിലും ബിൽഡിങ്ങിലേക്ക് അല്ലെങ്കിൽ കോമ്പൗണ്ടിലേക്ക് മാറ്റിയിട്ട് പായ് പൊത്തു എന്ന് പറയുന്നു. താർപോളിൽ പോയി പൊത്തിയിട്ട് അതിൻ്റെ ചാവി മറ്റേ ഷൈജിത്തിന് കൊടുക്കൂ എന്ന് പറയുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നിക്ഷേപകർക്ക് അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും പൈസ കൊടുത്തേക്കൂ എന്നുള്ള വളരെ സുന്ദരമായിട്ടുള്ള ഒരു വിധി അവിടെ വരുന്നു. മൂന്നാമതായിട്ട് കമ്പനി പറയുന്നു, മൂന്നാമതായിട്ട് ഉള്ള വിധി എന്ന് പറയുന്നത് ഇതൊരു സാധ്യത ഉള്ളത് കമ്പനിയുടെ പ്ലാനിങ് കാര്യങ്ങളും ഘോരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് വക്കീലന്മാർ വാദിച്ചത് ജഡ്ജിന് മനസ്സിലായി. ഇവർ ചെയ്യുന്നത് ലോകത്ത് ഇതുവരെ ആരും കണ്ടുപിടിക്കാത്ത തരത്തിലുള്ള ബിസിനസ്സാണെന്നും ഇത് തട്ടിപ്പാണെങ്കിലും ഇത് കണ്ടുപിടിക്കാൻ സാധ്യതയില്ല എന്നും ഇത് തട്ടിപ്പാണെന്ന് പറയാൻ തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ഇത് ഒരു ഭയങ്കരമായിട്ടുള്ള സംഭവം തന്നെയാണെന്നും ഇത് പിന്നെ ഒരുപാട് ആൾക്കാരെ ഇതുപോലെ കോടിപതികളാക്കാനുള്ള ഒരു പാവപ്പെട്ട തൃശ്ശൂർക്കാരൻ്റെ ബുദ്ധി ലുദിച്ച ഒരു സംഭവമാണെന്നും അതിന് തെളിവായിട്ട് ഒരുപാട് ആൾക്കാർ കോടിപതികളായിട്ടുണ്ടെന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിയമപരമാണെന്നും കോടതി വിധിക്കുകയാണ്. പിന്നെ വേണമെങ്കിൽ കോമ്പീറ്റൻ്റ് അതോറിറ്റിയോട് പോയിട്ട് അപ്പീലിന് പോയിക്കോളൂ എന്ന് പറയുന്നു. ഇത് വേറെ ഒരു വിധിയാണ്. ഈ 3 വിധിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? അല്ലാതെ പ്രാക്കലൊന്നും കോടതിക്ക് ഇല്ലല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കേസിൽ കോടതി പറയുന്നു ഇത് മണി ചെയിനാണ്, പക്ഷേങ്കിൽ ഇത് റീഇഷ്യൂ ആണ്. അന്ന് തന്നെ എന്താണ് കോമ്പീറ്റൻ്റ് അതോറിറ്റി ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ കോമ്പീറ്റൻ്റ് അതോറിറ്റി അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഒരു ഫ്രഷ് പ്രൊസീഡിങ്സ് ഇറക്കും എന്നുള്ളതാണ്. സമാധാനമായോ?
പിന്നെ രണ്ടാമത്തേത് പറയുന്നു ഇത് മണി ചെയിൻ ആണെന്നും ഇത് ഓക്കെ ആണെന്നും രണ്ടാമത് ഇഷ്യൂ ചെയ്തത് ഓക്കെ ആണെന്നും നിയമത്തിൽ പ്രകാരമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ചീന മേഡം പറഞ്ഞിട്ടുണ്ട് എല്ലാം റെഡിയാണ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാണ്, അപ്പീലിന് പോകാനുള്ള റെഡിയാണ്, വണ്ടിയൊക്കെ റെഡിയാണ്, ഡ്രൈവറൊക്കെ റെഡിയാണ്, അപ്പീലിന് അടുത്ത മിനിറ്റിൽ അപ്പീലിന് കൊടുക്കുന്നു. നിങ്ങൾ ആരും പേനിക്കാവേണ്ട, നമ്മൾ അപ്പീലിന് പോകുന്നുണ്ട് മക്കളെ, അങ്ങനെയൊന്നും നിങ്ങളെ പൈസ നമ്മളിപ്പോൾ തരാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മൾ കുറേ കളിച്ചിട്ടേ നിങ്ങൾക്ക് പൈസ തരൂ എന്ന് പറയുന്നു. അപ്പോൾ മൂന്നാമത്തെ കേസിലാണെങ്കിൽ കോടതി പറയുന്നു ഇവർ ഭയങ്കരമായ കോടികവധികളെ ഉണ്ടാക്കാനുള്ള ബിസിനസ്സാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് വെറുതെ ഇരിക്കുമോ? ഇല്ലല്ലോ. അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ അപ്പീലിന് പോകും. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വിചാരിച്ച് ആരും തന്നെ പാനിക് ആവേണ്ടതില്ല. നിങ്ങൾ ആരും തന്നെ കേസ് കൊടുക്കരുത്. നിങ്ങളുടെ അന്നമ്മയായിരുന്നു, കുഞ്ഞമ്മയായിരുന്നു, എന്തോ ആയിരുന്നു, എന്തായാലും ഈ പൈസ ആൾക്കാരെ പറ്റിച്ച് മുഞ്ചിച്ച് കുറേ ആൾക്കാരെ നക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആരും തന്നെ കേസിനൊന്നും കൊടുക്കരുത്. അത് നമ്മുടെ വിധി എന്ന് വിചാരിച്ചിട്ട് വേറെ പണിക്ക് പോവുക.